ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 12. അപ്പോൾ അന്നേ ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നത്. ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ ഫുൾ മൂൺ മെയ് 12 എന്ന് പറയുമ്പോൾ അതേ ദിവസം തന്നെ ആണ് ഇതിൻ്റെ എഫക്ട്സ് എന്നുള്ളതല്ല, അതിന് മുമ്പുള്ള ദിവസങ്ങളിലും അതിന് ശേഷമുള്ള ദിവസങ്ങളിലും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഫുൾ മൂൺ, ന്യൂ മൂൺ സിറ്റുവേഷൻസ്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ സോഡിയാക് സയൻസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ബേസിസിലോ അല്ലെങ്കിൽ പല കാര്യങ്ങളുടെ ബേസിസിൽ നമ്മളെ ബാധിക്കാറുണ്ട്. എന്തായാലും ഇൻ ജനറൽ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ പല രീതിയിൽ ബാധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് 10 of Swords എനർജി കണക്ഷൻ, 7 of Pentacles ആൻഡ് ഡെവൽ മൊമെൻ്റ് ആണ്. സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ഇത് ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ അവസരങ്ങളാകാം, ട്രാൻസ്ഫോർമേഷൻസ്, പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ബ്രേക്ക് ഡൗൺ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ലൈഫിൽ എപ്പോഴും അത് വളരെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ലൈഫിലെന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവേ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലത് മാത്രം ആണ് നമ്മുടെ ലൈഫിൽ. അത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്, പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും നമ്മുടെ ലൈഫിലും. ആ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത് നെഗറ്റീവായിട്ടാണ്. പക്ഷെ ആ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു ജോലിയിൽ പോവാണ്, ആ ജോലി വളരെ സ്റ്റേബിളായിട്ട് സ്ഥിരം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, അതിനനുസരിച്ച് ശമ്പളം കിട്ടുന്നു. പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ ഇനിയും ഒത്തിരി മുന്നോട്ടേക്ക് പോകാണ്ട്, ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ, ഒത്തിരി സാധ്യതകൾ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവില്ല. കാരണം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലിവിങ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ കരിയറും അത് അങ്ങനെ തന്നെ പോട്ടെ, നല്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ മുന്നോട്ടേക്ക് പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനൊന്ന് ഭയക്കുന്നത്? കാരണം ഇത് സ്റ്റേബിളാണ്. ഇനി ഇത് ഇട്ടിട്ട് അതിലേക്ക് പോയാൽ എപ്പോഴും സംശയങ്ങളാണ്, മുന്നേറ്റം ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് ഇതൊരു എൻഡിങ് ഫേസ് ആണ്, ഒരു റിയലൈസേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾ ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിരിക്കാം. നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക. കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി കണക്ഷൻസ്, യു വോണ്ട് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് പീപ്പിൾ. അതേപോലെ കരിയറിൽ നിങ്ങൾ മുന്നേറാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതോ ലെവൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതിൻ്റെയും എൻഡിങ്, ന്യൂ ബിഗിനിങ്. കാരണം ചില കാര്യങ്ങൾ വളരെ നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്ന ജീവിതത്തെക്കാളും കൂടുതൽ ഫുൾഫില്ലിങ്ങും എൻജോയബിളും ആയിരിക്കും മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം. അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ട്രൂ പാഷൻ എന്താണോ അതിലേക്ക് നമ്മൾ പോകണം. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പക്ഷെ പിന്നെ നമ്മളിത് ഇട്ട് കളയും. കാരണം നമുക്ക് അതിലേക്ക് എത്താൻ ചില ആളുകൾക്ക് ഒരു അവയർനെസ് ഇല്ലാത്തതായിരിക്കാം. പക്ഷെ അവയർനെസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം നിങ്ങൾക്ക് ചുറ്റും എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കും ചെയ്യും? നിങ്ങൾ ട്രാപ്ഡ് ആണ്, പലരും ട്രാപ്ഡ് ആണ്. ദേ ആർ ട്രാപ്ഡ് ഇൻ ദ സർക്കംസ്റ്റൻസസ്, ദേ ആർ ട്രാപ്ഡ് അവരുടെ ഒരു ലൈഫിൽ. നിങ്ങൾ മാത്രം എല്ലാവരുടെയും ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരുടെയും ലൈഫിൽ ഇതുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ്. കരിയർ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വില്ലിങ്നെസ്, നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, പുതിയ ആക്ഷൻസ് എടുക്കുക. യൂണിവേഴ്സ് നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച്, പല ആളുകളെ സംബന്ധിച്ച് കരിയറിൽ പുറകോട്ടേക്ക് പോയിട്ട് അല്ലെങ്കിൽ കരിയറിൽ സ്ട്രെസ്, ഒരു പക്ഷേ ടോക്സിക് കരിയർ എൻവയൺമെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ, ടെർമിനേഷൻ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നത് ദാറ്റ് യു ഡിസൈഡ് ഫൈനലി ഫോളിങ് അവേ. ചില ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അത് ചില റിലേഷൻഷിപ്പ് വർക്കിലായിരിക്കാം, പക്ഷെ ഫ്രണ്ട്ഷിപ്പിലും ആവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് കരിയർ എനർജീസ് ആണ് ഇവിടെ കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകൾ, പഴയ ആളുകളെ വിട്ടിട്ട് പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ചില കാര്യങ്ങൾ വിട്ടുപോകുന്നു, പുതിയ ചില കണക്ഷൻസ് വരുന്നു ലൈഫിൽ. ഇങ്ങനത്തെ ഒരു എനർജി ആകാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ്,
പുതിയ ആളുകൾ, കാരണം പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫല്ല ഇനി ഉണ്ടാകുന്നത്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷെ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകൾ ആയിരിക്കും നിങ്ങളോട് കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ വർക്കായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, കണക്ഷൻസ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര കണക്ഷൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ബാലൻസ് കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു എനർജി. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ള ഡബിൾ മൊമെൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫ്, അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ചിലപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ചിലപ്പോൾ ഇപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, നിങ്ങളുടെ ജോലി ആയിരിക്കാം, നിങ്ങളുടെ ജോലിയിലെ എൻവയൺമെൻറ്റ്, നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ചുറ്റുമുള്ള സൊസൈറ്റി, ആളുകൾ നിങ്ങളോട് പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണ്, അപ്പോൾ നമ്മളും എല്ലാവരും എങ്ങനെ പെരുമാറണം, നമ്മൾ അതിനനുസരിച്ച് പെരുമാറിയാലാണ് നമ്മൾ ലൈഫ്, അതായത് മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഈ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതല്ല. നിങ്ങളിത് കേൾക്കുന്നതിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നവരായാലും ചിന്തിക്കാത്തവരായാലും നിങ്ങൾ സോഷ്യലി ആ മറ്റുള്ളവരോട് യോജിച്ച് അതേപോലെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ടെങ്കിൽ അതുപോലെ പോവുക. അതല്ല, നിങ്ങൾ സോഷ്യലി മറ്റുള്ളവർ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലല്ല ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് പോവുക. കാരണം ഇപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്, 2 പേര്, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഫാമിലിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വലുപ്പമാണ് വീടിന് വേണ്ടത്. പക്ഷെ ഒരാൾ വീട് വയ്ക്കുമ്പോൾ 2 പേരോ 3 പേരോ അച്ഛനോ അമ്മയോ മക്കളോ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മകളോ മകനോ ആയിരിക്കാം ഉണ്ടാവാം. അവരും താമസിക്കുന്നത് വലിയ വീട്ടിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നല്ല നിങ്ങൾ നോക്കുന്നത്. അപ്പുറത്തെ വീട് വലുതാണ്, ഇപ്പോൾ 3 പേരേ ഉള്ളെങ്കിലും തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്പോഴും ഒരു രീതി ഉണ്ടല്ലോ, ഇത്ര വലുതായിരിക്കണം വീട്, കാരണം നിങ്ങൾ ആളുകൾ എത്രയുണ്ടെന്നുള്ളത് ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ. കാരണം സൊസൈറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. പക്ഷേ നിങ്ങൾ സാമ്പത്തികമായിട്ടും അത് നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും, അല്ലാതെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ചുറ്റും ഇരുന്ന് പറഞ്ഞു തരുന്ന ആളുകളുടെ ചിന്തയ്ക്കനുസരിച്ചിട്ട് അല്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടെന്നൊരു മെസ്സേജാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മെസ്സേജസ് എന്താണ്? ഡെത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് ആൻഡ് ഹൈറഫൻ്റ് എനർജി. സോ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. കുറച്ച് നാളുകൾ, കപ്പിൾ ഓഫ് വീക്സ് മുമ്പ് തുടങ്ങി തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ എനർജീസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരേണ്ടുന്നത് ബാലൻസ് ആണ് എന്നുള്ളതാണ് ഹൈറഫൻ്റ് എനർജി സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് ദിസ് ഇസ് എ ഗുഡ് ടൈം ടു നോ നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. നിങ്ങളുടെ പാഷൻ എന്താണ് അത് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ഫുൾ മൂൺ ടൈമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതി വെക്കാം, ഐഡൻറ്റിഫൈ ചെയ്യാം നിങ്ങൾ എന്താണ്, ആരാണ് എന്നുള്ളത്. നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എഴുതി വെക്കുന്നത് ഒരു വാലിഡേഷനാണ്, നിങ്ങൾ ഇന്നതാണ് എന്നുള്ളത്, നിങ്ങളത് മനസ്സിലാക്കുന്നു എന്നുള്ളത്, നിങ്ങളെ സ്നേഹിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ലൈഫ് ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അത് അഡാപ്റ്റ് ചെയ്യുക. അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണെങ്കിൽ അതൊന്ന് മാറുക, അൺഹെൽത്തി ആണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതല്ല. അതിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്തോറും യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് ദാറ്റ് മാറ്റങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊണ്ടുപോകാം, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടില്ല. എങ്കിൽ മാത്രം ലൈഫിലൊരു ബാലൻസ്, ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ ജീവിതം എന്താണോ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നു എന്നതിന് തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഇറ്റ്സ് എ ഗുഡ് ടൈം ടു സ്റ്റാർട്ട് ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ ജോബ്,
അതേപോലെ തന്നെ ജോലിയിൽ ടോട്ടലി ചേഞ്ച്, അതായത് ഇപ്പം ചെയ്യുന്ന ഒരു ജോലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ്. സ്റ്റോപ്പ് ഹോൾഡിങ് യുവർ സെൽഫ് ബാക്ക്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ പോവാം. പിന്നെ ചില ആളുകൾക്കൊരു വിഷമം ഉണ്ടാവും, ചില ആളുകളെ വിട്ടു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരാണ്, പക്ഷേ യു ഹാവ് ടു ബി സ്ട്രോങ്. ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക. ഇനി മുന്നോട്ടേക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. ബാലൻസ് നിലനിർത്തുക. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് നിലനിർത്തേണ്ടത്. ലോകത്ത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ ലൈഫ് ഇതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടേക്ക് പോകാം. താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.